ഓക്കെ, നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് ജേണൽ എന്തായിരുന്നോ. ജേണൽ എന്ന് പറഞ്ഞാൽ ഒരു ഇടപാട് നടന്നു കഴിഞ്ഞാൽ അത് ആദ്യമായി എഴുതി വെക്കുന്ന പുസ്തകമാണ് ജേണൽ എന്ന് പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു, അതൊന്നുകൂടി പറയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഒരു ഇടപാട് നടന്നു കഴിഞ്ഞാൽ അത് ആദ്യമായി എഴുതി വെക്കുന്ന പുസ്തകം. എന്താണ് ഒരു ഇടപാട്? നമ്മൾ കറണ്ട് ബില്ല് അടച്ചാൽ, അല്ലെങ്കിൽ മൊബൈലിലേക്ക് റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബാങ്കിൽ കുറച്ച് ക്യാഷ് ഇട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ലോൺ എടുത്തു കഴിഞ്ഞാൽ, നമ്മൾ പൈസ കൊടുക്കാനുള്ള ഒരാൾക്ക്, കടം കൊടുക്കാനുള്ള ഒരാൾക്ക് ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ, ഇതെല്ലാം ഒരു ഇടപാടാണ് അല്ലേ? ഒരു പ്രവൃത്തി, ഒരു കാര്യം അത് ചെയ്ത്, ട്രാൻസാക്ഷൻ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. അത് ചെയ്തു കഴിഞ്ഞാൽ അത് ആദ്യമായിട്ട് എഴുതി വെക്കുന്ന പുസ്തകമാണ് ജേണൽ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉള്ളിൽ എഴുതുന്ന ഓരോ കാര്യവും, അതായത് കറണ്ട് ബില്ല് അടച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ എഴുതി വെക്കണം. അതിനെ ജേണൽ എൻട്രി എന്നാണ് പറയുന്നത്. മൊബൈലിലേക്ക് റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ എഴുതി വെക്കണം, അതൊരു ജേണൽ എൻട്രിയാണ്. ബാങ്കിൽ ക്യാഷ് ഇട്ട് കഴിഞ്ഞാൽ അത് എഴുതി വെക്കണം, അതൊരു ജേണൽ എൻട്രിയാണ്. ഇനി ബാങ്കിൽ നിന്ന് പൈസ എടുത്തു കഴിഞ്ഞാൽ, ATMൽ പോയി ക്യാഷ് എടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ എഴുതി വെക്കണം, അതൊരു ജേണൽ എൻട്രിയാണ്. ഇങ്ങനെ ഓരോ ഇടപാടുകളെയും ഉള്ളും എന്താണ്? ജേണൽ എൻട്രികളാണ്. ഇതെഴുതുന്ന പുസ്തകമാണെന്ത്? ജേണൽ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ജേണൽ? ഒരു ഇടപാട് നടന്നു കഴിഞ്ഞാൽ അത് ആദ്യം എഴുതി വെക്കുന്ന പുസ്തകമാണ് ജേണൽ. എഴുതുന്ന ഓരോ ഇടപാടുകളും എന്താണ്? ജേണൽ എൻട്രിയാണ്. അതായത് ജേണൽ എൻട്രികൾ എഴുതി വെക്കുന്ന പുസ്തകമാണ് ജേണൽ എന്ന് പറയുന്നത്. ഈ ജേണലിനെ ഡേ ബുക്ക് എന്നും നമ്മൾ പറയാറുണ്ട്. ദിവസ ബുക്ക്, ഡേ ബുക്ക് എന്നും പറയാറുണ്ട്. ജേണലിൻ്റെ മറ്റൊരു പേരാണ് ഡേ ബുക്ക് എന്ന് പറയുന്നത്. ഇതെപ്പോഴാണ് നമ്മൾ എഴുതേണ്ടത്? ഒരു ഇടപാട് നടന്നു കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ നമ്മൾ എഴുതി വെക്കണം. കുറഞ്ഞത് ആ ദിവസമെങ്കിലും എഴുതി വെക്കണം. കാരണം കുറച്ച് കഴിഞ്ഞ് എഴുതാം എന്ന് കരുതി നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് മറന്നു പോകാൻ സാധ്യതയുണ്ട്. മനുഷ്യനല്ലേ? അപ്പോൾ അങ്ങനെ മറന്നു പോയി കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട്സ് തെറ്റും, കണക്ക് തെറ്റും, അക്കൗണ്ടിങ്ങിൻ്റെ മൂല്യം ഇല്ലാതെയാവും. അതായത് ചില കാര്യങ്ങൾ എഴുതുക, പലതും എഴുതാതിരിക്കുക, ഇങ്ങനെയൊക്കെയാണെങ്കിൽ അക്കൗണ്ടിങ് ചെയ്യുന്നതിൽ അർത്ഥമുണ്ടോ? ഇല്ല. കൃത്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണെന്ത്? അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഒന്നും വിട്ടുപോകാതെ അങ്ങനത്തെ ആളുകളാണ് അക്കൗണ്ടൻ്റ് ആയിരിക്കേണ്ടത്. കൃത്യമായിട്ട് കാര്യങ്ങൾ എഴുതുന്ന ആളുകൾ, കൃത്യത ഉണ്ടായിരിക്കണം. അപ്പോൾ ഒരു ജേണൽ എൻട്രി എഴുതേണ്ട സമയം എന്ന് പറയുന്നത് അപ്പം തന്നെയാണ്. അപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അത് എഴുതി വെക്കണം. കുറച്ച് കഴിഞ്ഞ് എഴുതാം എന്ന് കരുതി മാറ്റി വെക്കരുത്. അങ്ങനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? മറന്നു പോകും. അങ്ങനെ മറന്നു പോയാൽ കണക്കുകൾ തെറ്റായിരിക്കും, കണക്ക് തെറ്റ് സംഭവിക്കും. ഇനി ഇത് എഴുതുന്ന ഓർഡർ എങ്ങനെ? എന്താണ് സംഭവിക്കുന്നത്? അതായത് ഒരു പ്രവൃത്തി സംഭവിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ എഴുതി വെക്കുന്നു. അതായത് ഇത് എഴുതുന്ന ആൾക്ക് വരെ, അക്കൗണ്ടൻറ്റിന് വരെ അറിയില്ല അടുത്തത് എന്താണ് എഴുതേണ്ടി വരുന്നത് എന്നറിയില്ല. സംഭവിക്കുന്നതിനനുസരിച്ചിട്ടാണ് എന്തെഴുതുക? ജേണൽ എൻട്രികൾ എഴുതുന്നത്. ഉദാഹരണത്തിന് നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ കയറി, അവിടെ ബില്ലടിക്കുന്ന ആളുണ്ട് അല്ലേ? ബില്ലടിക്കുന്ന സ്റ്റാഫ് ഉണ്ടാവും, അല്ലെങ്കിൽ അവിടെ ഒരു വ്യക്തി ഉണ്ടായിരിക്കും. മൂപ്പര് നമ്മളെ ഓരോ പ്രൊഡക്റ്റ് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് എടുത്തിട്ട് അത് കൊണ്ടുപോയി ചെല്ലുമ്പോൾ, ബില്ലടിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ ബാർകോഡ് റീഡർ സ്കാൻ ചെയ്ത് അവരെന്ത് ചെയ്യും? ബില്ലടിക്കും. ഓരോ പ്രാവശ്യം ബില്ലടിക്കുന്ന ഈ ബില്ലടിക്കുന്ന എന്ത് തന്നെയാണ്? ജേണൽ എന്ന് തന്നെ നമുക്ക് പറയാം. ചില സ്ഥാപനങ്ങളിൽ ബില്ലിംഗ് സോഫ്റ്റ്വെയർ മാത്രമേ ഉണ്ടാവുള്ളൂ. ബില്ലിംഗ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ചരക്ക് വാങ്ങുന്നതും വിൽക്കുന്നതും സ്റ്റോക്കിൻ്റെ വാല്യൂ മാത്രം കാണിക്കുന്ന, അതായത് പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, ചരക്ക് വാങ്ങിയത്, വിറ്റത്, അതിൻ്റെ മൂല്യങ്ങൾ, പർച്ചേസ് റിട്ടേൺ, സെയിൽസ് റിട്ടേൺ, പിന്നെ അതിൻ്റെ സ്റ്റോക്കിൻ്റെ സമ്മറി, ഇതെല്ലാം കാണിക്കുന്ന സോഫ്റ്റ്വെയർ മാത്രമാണത് ബില്ലിംഗ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. പക്ഷേ ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിന് പൂർണ്ണമായും എഴുതുന്നതാണ്. അങ്ങനെ പറഞ്ഞാൽ അതിൽ വാടക കൊടുത്തതും മൊബൈൽ റീചാർജ് ചെയ്ത എല്ലാ കാര്യങ്ങളും എഴുതി വെക്കും. ഇതാണ് ഒരു പൂർണ്ണമായ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അങ്ങനത്തെ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആണ് ടാലി, ക്യൂബി, സേജ് 50, സോഹോ ബുക്സ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇപ്പോൾ പല സ്ഥാപനങ്ങളും ബില്ലിംഗ് സോഫ്റ്റ്വെയർ മാത്രം ഉണ്ടാവുന്നുണ്ട്. എന്നാൽ ബില്ലിംഗ് സോഫ്റ്റ്വെയറിൻ്റെ മാത്രം ഉള്ളത് ബിസിനസ്സിലെ എല്ലാ ഇടപാടുകളും എഴുതില്ല. പ്രൊഡക്റ്റിൻ്റെ കാര്യങ്ങൾ മാത്രം, പർച്ചേസ്, സെയിൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം എഴുതുന്നതാണ്. പക്ഷേ അവർ ചെയ്യുന്നതും ജേണൽ തന്നെയാണ്. ജേണൽ തന്നെയെന്ന് പറഞ്ഞാൽ ഓരോ കസ്റ്റമറും പ്രൊഡക്റ്റ് കയ്യിലോട്ട് കൊണ്ടുവരുമ്പോഴും അവരവിടെ എന്ത് ചെയ്യുന്നു? ബാർകോഡ് റീഡർ അത് സ്കാൻ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? അവരത് ചെയ്ത് അടിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഈ അടിക്കുന്ന ഈ വ്യക്തിക്ക്, അതായത് സൂപ്പർ മാർക്കറ്റിലെ വ്യക്തിക്ക് അറിയോ അടുത്തത് ഞാൻ എന്തൊക്കെ പ്രൊഡക്റ്റുകളാണ് ബില്ലടിക്കേണ്ടി വരിക? അറിയോ? ഇല്ല. അതായത് കസ്റ്റമർ കൊണ്ടുവന്ന് അയാളുടെ മുമ്പിൽ എത്തുമ്പോഴാണ് അയാൾക്ക് മനസ്സിലാവുന്നത് ഇന്ന പ്രൊഡക്റ്റുകളാണ് ബില്ലടിക്കുന്നതെന്ന് അല്ലേ? അപ്പോൾ എന്താണ് അടുത്തത് നടക്കാൻ പോകുന്നത് എന്ന് അയാൾക്ക് അറിയില്ല അല്ലേ? അതായത് സംഭവിക്കുന്നതിനനുസരിച്ചിട്ടാണ് ജേണൽ എഴുതുന്നത്. എന്താണ് സംഭവിക്കുന്നത്, അപ്പോൾ അത് എഴുതുന്ന ആൾക്ക് വരെ അറിയില്ല അടുത്തത് ഞാൻ എന്താണ് എഴുതേണ്ടി വരിക എന്നുള്ളത്. ഇതിനെ കാലക്രമത്തിനനുസരിച്ച് എന്ന് പറയാം. അപ്പോൾ ജേണൽ എഴുതുന്നതിൻ്റെ ഓർഡർ എന്താണ്? കാലക്രമത്തിനനുസരിച്ചാണ്. അതായത് ക്രോണോലോജിക്കൽ ഓർഡറിലാണ്
വരുന്നത്. ക്രോണോളജിക്കൽ ഓർഡറാണ്. എന്താണ് നടക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് അതിൽ കാര്യങ്ങൾ എഴുതുന്നത്. ഓക്കെ, ഇനിയൊരു ജേണൽ എൻട്രിക്ക് ഏതൊരു, അതായത് ഒരു ഇടപാട് നടന്നാൽ അത് എഴുതി വെക്കുന്നതിനെയാണ് ജേണൽ എൻട്രി പറയുന്നത് അല്ലേ. എഴുതി വെക്കുന്ന പുസ്തകമാണ് ജേണൽ. ഒരു ജേണൽ എൻട്രിക്ക്, അതായത് ഒരു ഇടപാടിന് ഒരു ഗുണവും ഒരു ദോഷവും ഉണ്ടായിരിക്കും. നമ്മൾ പൊതുവേ പറയാറുണ്ട് ഏതൊരു കാര്യത്തിനും നല്ല വശവും ചീത്ത വശവും ഉണ്ടാവും എന്നുള്ളത്. അത് സത്യമാണ്. അതായത് ഒരു ബിസിനസ്സിൽ ഒരു ഇടപാടിന് ഒരു നല്ല ഭാഗവും ഉണ്ടാവും, ചീത്ത ഭാഗവും ഉണ്ടാവും, ഗുണവും ഉണ്ടാവും, ദോഷവും ഉണ്ടായിരിക്കും. ഇതിലെ ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കിട്ടിയത്, അതായത് ഒരു സ്വത്ത് കിട്ടിയതാവാം, അല്ലെങ്കിൽ നമുക്കൊരു നല്ല കാര്യം നടന്നതാവാം. ഗുണം നല്ല കാര്യം കിട്ടിയത് എന്നൊക്കെ അർത്ഥം വെക്കാം. ഇതിനെ ഡെബിറ്റ് എന്നാണ് പറയുന്നത്. ഡെബിറ്റ് എന്ന് പറഞ്ഞാൽ അപ്പം എന്താണ്? ഗുണം, നല്ലത് നടന്നത്, നല്ല കാര്യം നടന്നത്, കിട്ടിയത് എന്നൊക്കെയുള്ള അർത്ഥമാണ്. ഇംഗ്ലീഷിൽ ഡെബിറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥമല്ല പറയുന്നത് കേട്ടോ. ഡെബിറ്റ് എന്ന വാക്കിന് ഏകദേശം കടം എന്നൊക്കെയുള്ള അർത്ഥമാണ് വരുന്നത്. ഡിക്ഷണറി നോക്കിയറിയാം. അക്കൗണ്ടിങ്ങിൽ അത് ഉദ്ദേശിക്കുന്നതാണ്. അക്കൗണ്ടിങ്ങിൽ അതിൻ്റെ പൂർണ്ണമായ മീനിങ് വരുന്നത് ലെഡ്ജറിലോട്ട് പോസ്റ്റ് ചെയ്യുന്ന സമയങ്ങളിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്ന ഡെബിറ്റ് എന്ന് പറഞ്ഞാൽ നല്ലതെന്നാണ്. ഇംഗ്ലീഷിലെ മീനിങ് അല്ല പറയുന്നത്, അക്കൗണ്ടിങ്ങിൽ അത് ഉദ്ദേശിക്കുന്നതാണ്. ഡെബിറ്റ് എന്ന് പറഞ്ഞാൽ നല്ല കാര്യങ്ങൾ നടന്നതിനെയാണ് പറയുന്നത്. അപ്പോൾ ഒരു ഇടപാടിൽ നല്ല കാര്യം ഉണ്ടായിരിക്കും, നമുക്ക് കിട്ടിയിട്ടുള്ള നല്ലൊരു വശം ഉണ്ടായിരിക്കും, അതിനെ ഡെബിറ്റ് എന്ന് പറയുന്നു. അതുപോലെ ഒരു ഇടപാടിന് ഡെബിറ്റിന് തുല്യമായിട്ടുള്ള ക്രെഡിറ്റ് ഉണ്ടായിരിക്കും. ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ചീത്ത ഭാഗമാണ്, നമുക്കെന്ന് സംഭവിച്ചിട്ടുള്ള മോശം ഭാഗമാണ്. അതായത് നമുക്ക് ഒരു മോശമായിട്ടുള്ളൊരു കാര്യം, അല്ലെങ്കിൽ ചീത്തമായിട്ടുള്ളൊരു കാര്യം, അല്ലെങ്കിൽ എന്തെങ്കിലും നഷ്ടപ്പെടുക, അല്ലെങ്കിൽ ഒരു ത്യാഗം, ഒരു ബുദ്ധിമുട്ട് നമുക്കുണ്ടായിട്ടുണ്ടാവും. അതാണ് എന്ത് വിളിക്കുന്നത്? ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡെബിറ്റ് എന്ന് പറഞ്ഞാൽ ഗുണമാണ്, ക്രെഡിറ്റ് എന്ന് പറഞ്ഞാലോ ദോഷമാണ്. ദോഷം എന്ന് പറയുമ്പോൾ എന്തെങ്കിലും പോയതുമാവാം കേട്ടോ. ക്യാഷ് പോയതാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്വത്തുക്കൾ പോയതാവാം, അല്ലെങ്കിൽ ഒരു കടം സംഭവിച്ചതാവാം. നമുക്കൊരു കടം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എന്താ? നല്ലതല്ല, ചീത്ത കാര്യമാണ് അല്ലേ. ഇതിനൊക്കെയാണ് എന്ത് വിളിക്കുന്നത്? ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു അധ്വാനം ചെയ്തതാവാം. നമ്മളൊരു കർമ്മം അധ്വാനം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു എഫേർട്ട് അല്ല, ഒരു അധ്വാനം വരുന്നുണ്ട്, അതും ക്രെഡിറ്റ് എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ഡെബിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയത്, അല്ലെങ്കിൽ ഗുണമായത്, നല്ലതായത്, ക്യാഷ് കിട്ടിയത്, അല്ലെങ്കിൽ മൊബൈൽ കിട്ടിയത്, അല്ലെങ്കിൽ AC വാങ്ങുമ്പോൾ AC കിട്ടിയത്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു സ്വത്ത് നമുക്ക് വർദ്ധിക്കുന്നത്, ഇതൊക്കെ ഗുണമായ കാര്യങ്ങളായിട്ട് വരും. ഈ സ്വത്ത് കുറയുന്നത്, നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോകുന്നത്, ഇതൊക്കെ എന്താണ്? ക്രെഡിറ്റ് ആയിട്ടും വരും. അപ്പോൾ ഏതൊരു ഇടപാടിനും ഒരു പ്രവർത്തിക്ക് എന്തുണ്ട്? ഒരു ഗുണവും അതിന് തുല്യമായൊരു ദോഷം ഉണ്ടാകും. അപ്പോൾ 1000 രൂപയുടെ ഗുണമാണ് ഉണ്ടാകുന്നതെങ്കിൽ 1000 രൂപയുടെ ദോഷവും എന്തുണ്ട്? തുല്യമായിട്ട് സംഭവിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈക്വലായിട്ടുള്ള ഗുണവും ദോഷമാണ് ഉണ്ടാവുക. അക്കൗണ്ടിങ്ങിലെ പ്രധാനപ്പെട്ട 2 സംഭവമാണ് ഞാൻ പറഞ്ഞ ഡെബിറ്റും ക്രെഡിറ്റും. ക്രെഡിറ്റ് നേരെ മനസ്സിലാക്കി വെക്കണം. ഡെബിറ്റും ക്രെഡിറ്റും ഏകദേശം അർത്ഥം ഇംഗ്ലീഷിൽ നോക്കുമ്പോൾ ഏകദേശം ഒരുപോലെയാണ്. അർത്ഥമല്ല ഞാൻ പറഞ്ഞത്, അക്കൗണ്ടിങ്ങിൽ ഉദ്ദേശിക്കുന്നതാണ്. ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കടങ്ങളെയൊക്കെ ക്രെഡിറ്റ് എന്ന് പറയുന്നത്, ഡെബിറ്റിനെയും അങ്ങനെയൊക്കെ പറയാറുണ്ട് അർത്ഥങ്ങളിൽ. അക്കൗണ്ടിങ് ഉദ്ദേശിക്കുന്ന ഡെബിറ്റ് എന്ന് പറഞ്ഞാൽ നല്ലത്, ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ചീത്ത. ഓക്കെ, ഇനി ജേണൽ എൻട്രി എങ്ങനെയാണ് എഴുതുക എന്നാണ് പറയുന്നത്. ശ്രദ്ധിക്കുക, ഈ ജേണൽ എൻട്രി എഴുതാൻ അറിയൽ നിർബന്ധമാണ്. നമുക്ക് ജേണൽ എൻട്രി എഴുതാൻ അറിയാത്തൊരു വ്യക്തിക്ക് ഒരിക്കലും ടാലി, ക്യൂബി, സേജ് 50, സോഹോ ബുക്സ് തുടങ്ങിയിട്ടുള്ള ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിലും ഒന്നും ചെയ്യാനില്ല. ഒരു വ്യക്തി കമ്പ്യൂട്ടർ ഒരുപാട് പഠിച്ചു എന്ന് കരുതുക, ഒരുപാട് കമ്പ്യൂട്ടർ പഠിച്ചു കൂട്ടി, പക്ഷേ അയാൾക്ക് ജേണൽ എൻട്രി അറിയില്ലെങ്കിൽ അയാൾക്ക് ഈ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഒന്നും പഠിക്കാൻ പറ്റില്ല. അതായത് ഏതൊരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിൽ ഒരു ബിസിനസ്സിൻ്റെ കണക്കുകൾ എഴുതണമെങ്കിലും എന്ത് വേണം? ജേണൽ എൻട്രി അറിഞ്ഞിരിക്കണം. ജേണൽ എൻട്രിയുടെ കൃത്യമായിട്ട് എഴുതാൻ നമുക്ക് അറിഞ്ഞിരിക്കണം. അതറിയാത്ത ഒരാൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിൽ എഴുതാൻ പറ്റില്ല. പിന്നെ ഇത് മനപ്പാഠം പഠിക്കല്ല ചെയ്യേണ്ടത്, കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മുടെ വീട്ടിൽ കുടുംബത്തിലൊക്കെ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഏകദേശം ഇത്. കൃത്യമായിട്ട് ബുദ്ധി തുറന്ന് മനസ്സിലാക്കുകയാണ് വേണ്ടത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മളെ അക്കൗണ്ടിങ്ങിലെ ജേണൽ എൻട്രി എന്ന് പറയുന്നത്. അതുകൊണ്ട് ശ്രദ്ധിച്ച് നല്ല രീതിയിൽ വേണം ഇത് പഠിക്കാൻ. പിന്നെ ലോകം മുഴുവൻ ജേണൽ എൻട്രി ഒരുപോലെയാണ്. ഇന്ത്യയിലൊരു ജേണൽ എൻട്രി, അമേരിക്കയിലൊരു ജേണൽ എൻട്രി അങ്ങനെയില്ല. ഇന്ന് ലോകം മുഴുവൻ അക്കൗണ്ടിങ് എഴുതുന്നത് ഒരേപോലെയാണ്, ഒരേ രീതിയിലാണ് എഴുതുന്നത്. ചില വസ്തുക്കളുടെ പേരുകൾ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതായത് വേൾഡ് മൊത്തത്തിൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ജേണൽ എൻട്രി എന്ന് എഴുതുന്നത് എങ്ങനെയാണ്? ഒരേപോലെയാണ് നമ്മൾ എഴുതുന്നത്. ഓക്കെ, ഇപ്പോൾ ജേണൽ എൻട്രി എഴുതുന്നത് ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ, നമ്മളിപ്പോൾ ബോർഡിൽ ഒരു ചോദ്യം എഴുതിയിട്ടുണ്ട് അല്ലേ, ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്.
ബിസിനസ്സിലെ ഒരു ഇടപാടാണ് എഴുതി വെച്ചിട്ടുള്ളത്. അനു എന്ന് പറയുന്ന വ്യക്തി സ്റ്റാർട്ടഡ് തുടങ്ങിയിട്ടുണ്ട് ബിസിനസ് കച്ചവടം വിത്ത് ക്യാഷ് പൈസ കൊണ്ട് 5 lakh 5 ലക്ഷം 5 ലക്ഷം രൂപ കൊണ്ട് അനു ബിസിനസ് തുടങ്ങിയെന്നാണ് പറയുന്നത്. ആദ്യമായി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ ജേണൽ എൻട്രി എങ്ങനെയാണ് എഴുതുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഞാനൊരു വരച്ചു വെച്ചിട്ടുണ്ട് ജേണൽ എൻട്രി, അതായത് ജേണൽ വരച്ചു വെച്ചിട്ടുണ്ട്. ജേണലിൻ്റെ കള്ളിയാണ്. ഓക്കെ, ഇത് വരച്ചു വെച്ചിട്ടുണ്ട്. ഈ രൂപത്തിലാണ് നമ്മൾ ജേണൽ വരക്കേണ്ടത്. അതായത് ഫസ്റ്റ് എന്ത് വേണം? ഡേറ്റ് വേണം. ഡേറ്റ് ഇടാൻ ഡേറ്റ് എന്ന് പറയുന്ന കോളം വേണം. ഓരോ ദിവസത്തെയും ഡേറ്റ് ഇടും. പർട്ടിക്കുലേഴ്സ് ഇതിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ജേണൽ എൻട്രി എഴുതുന്നത്. പർട്ടിക്കുലേഴ്സ് കോളത്തിൽ നമ്മൾ ജേണൽ എൻട്രികൾ എഴുതും. LF എന്ന് പറഞ്ഞാൽ ലെഡ്ജർ ഫോളിയോ എന്നാണ്. ജേണൽ എഴുതിയതിന് ശേഷം, ഇപ്പോൾ നമ്മൾ ഈ വരച്ച് വെച്ചാണ് ജേണൽ എഴുതിയതിന് ശേഷം ജേണൽ നോക്കി നമ്മൾ എഴുതുന്ന മറ്റൊരു റിപ്പോർട്ടാണ്, അടുത്ത റിപ്പോർട്ടാണ് ലെഡ്ജർ എന്ന് പറയുന്നത്. അപ്പോൾ ജേണൽ എഴുതിയതിന് ശേഷം ഒരു ദിവസത്തിലോ 2 ദിവസത്തിലോ ആഴ്ചയിലോ ഒക്കെ നമ്മൾ ലെഡ്ജർ ഉണ്ടാക്കാറുണ്ട്. നമുക്ക് ആവശ്യമുള്ള ലെഡ്ജർ, പ്രധാനപ്പെട്ട ലെഡ്ജറാണ്, നമുക്കറിയേണ്ട പ്രധാനപ്പെട്ട ലെഡ്ജറാണ് ക്യാഷ് ലെഡ്ജർ എന്ന് പറയുന്നത്. ഈ ലെഡ്ജർ എന്താണ്, അതെങ്ങനെ ചെയ്യാമെന്നൊക്കെ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട്, അതായത് ഇന്നല്ല, നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ജേണലൊക്കെ ഒന്ന് സെറ്റായതിനു ശേഷം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ലെഡ്ജർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മറ്റൊരു റിപ്പോർട്ടാണ്, മറ്റൊരു ബുക്കാണെന്ന് മനസ്സിലാക്കിയ മതി. ജേണൽ എന്ന് പറയുന്നത് എന്താ? വലിയൊരു ബുക്കാണ്, പുസ്തകമാണ്. ഓക്കെ, ജേണലിൽ ദിവസവും നമ്മൾ എഴുതി വെക്കും. ബുക്കാണ് നമ്മൾ ജേണൽ എന്ന് പറയുന്നത്. ലെഡ്ജർ മറ്റൊരു ബുക്കാണ്. അപ്പോൾ ഈ ജേണലിൽ എഴുതിയ കാര്യം ലെഡ്ജർക്ക് മാറ്റി എഴുതുമ്പോൾ ജേണലിൻ്റെ പേജ് നമ്പർ ലെഡ്ജറിലും ലെഡ്ജറിൻ്റെ പേജ് നമ്പർ ജേണലിലും എഴുതി വെക്കും. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഇത് പരസ്പരം പേജ് നമ്പറുകൾ കണക്ട് ചെയ്യണം. അതായത് ടെക്സ്റ്റ് ബുക്കിൽ ഒരു കാര്യം നമ്മൾ നോട്ടിൽ എഴുതുമ്പോൾ നോട്ടിൽ ടെക്സ്റ്റിൻ്റെ പേജ് നമ്പറും ടെക്സ്റ്റിൽ നോട്ടിൻ്റെ പേജ് നമ്പറും എഴുതാറുണ്ട്. അപ്പോൾ നോട്ടിലൊരു കാര്യം നമ്മൾ വായിക്കുമ്പോൾ പെട്ടെന്ന് ആ ടെക്സ്റ്റിലെ പേജ് നമ്പർ നോക്കി നമുക്ക് മറിച്ചെടുക്കാം, അല്ലേ? ടെക്സ്റ്റിലൊരു കാര്യം നോക്കുകയാണെങ്കിൽ വേഗം നോട്ടിലെ പേജ് നമ്പർ നോക്കി മറിച്ചെടുക്കാം. അപ്പോൾ ജേണലിൽ ലെഡ്ജർ എന്നൊക്കെ പറയുന്ന വലിയ ബുക്കുകളാണ്. അപ്പോൾ ജേണലിൽ ഒരു കാര്യം ലെഡ്ജർക്ക് മാറ്റി എഴുതിയാൽ പിന്നീട് ഇത് മറിച്ച് നോക്കുമ്പോൾ ഏത് പെട്ടെന്ന് മറിച്ചാൽ കിട്ടില്ല. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? പേജ് നമ്പർ എഴുതി വെക്കുന്നു. ജേണലിലൊരു കാര്യം ലെഡ്ജറിൽ എവിടെയാണോ എഴുതിയത് ആ പേജ് നമ്പർ ജേണലിലും ജേണലിൻ്റെ പേജ് നമ്പർ ലെഡ്ജറിലും നമ്മൾ എഴുതുന്നു. എന്തിനു വേണ്ടി? പെട്ടെന്നത് മറിച്ച് കിട്ടാൻ വേണ്ടി, ബുക്ക് മറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ലെഡ്ജർ എന്ന് പറയുന്ന റിപ്പോർട്ടിൻ്റെ പേജ് നമ്പർ എഴുതാനാണ് LF എന്ന് പറയുന്നത്. ലെഡ്ജർ ഫോളിയോ എന്നാണ് ഇതിൻ്റെ ഫുള്ള് വരുന്നത്. ലെഡ്ജർ ഫോളിയോ. ഫോളിയോ എന്ന വാക്കിൻ്റെ അർത്ഥം പേജ് നമ്പർ എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. മിക്ക വാക്കുകൾക്കും പല പല അർത്ഥങ്ങളുണ്ട്, അല്ലേ? സാഹചര്യം അനുസരിച്ച്, പാരഗ്രാഫ് അനുസരിച്ച് പല അർത്ഥം വരാറുണ്ട്. പക്ഷേ ഈ ഫോളിയോ എന്ന വാക്കിന് പേജ് നമ്പർ എന്ന അർത്ഥം തന്നെയാണ് ഏകദേശം വരുന്നത്. ഒരുപാട് അർത്ഥം വരുന്നൊരു വാക്കല്ല അത്. ലെഡ്ജറിൻ്റെ പേജ് നമ്പർ എന്നാണ് ലെഡ്ജർ ഫോളിയോ LF എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ ജേണൽ എഴുതായതുകൊണ്ടും പിന്നെ ലെഡ്ജർക്ക് മാറ്റി എഴുതുമ്പോഴാണ് അതിൻ്റെ പേജ് നമ്പർ നമ്മൾ കൊടുക്കേണ്ടത്. അതുകൊണ്ടും ഇപ്പം നമ്മൾ എന്ത് ചെയ്യേണ്ട? അത് ചേർക്കുന്നുണ്ട് ആവശ്യമില്ല. ജേണൽ എൻട്രി എഴുതുമ്പോഴല്ല അത് എഴുതുക, ലെഡ്ജർ എഴുതുമ്പോഴാണ് അത് എഴുതാൻ പറ്റുള്ളൂ. പിന്നെ ഡെബിറ്റ് ഞാൻ ഇപ്പോൾ പറഞ്ഞു, ഏതൊരു പ്രവൃത്തിക്കും ഗുണമുണ്ട്, അതാണ് ഡെബിറ്റ്. ഏതൊരു പ്രവൃത്തിക്കും എന്തുണ്ട്? ദോഷമുണ്ട്, അതാണ് എന്ത്? ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ ജേണൽ എൻട്രി എഴുതണം. അനു സ്റ്റാർട്ടഡ് തുടങ്ങി ബിസിനസ്, അനു കച്ചവടം തുടങ്ങി വിത്ത് ക്യാഷ് പൈസ കൊണ്ട് ₹5 lakh 5 ലക്ഷം കൊണ്ട്. കച്ചവടം തുടങ്ങണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ക്യാഷ് വേണ്ടേ? പൈസ ഇല്ലാതെ ബിസിനസ് തുടങ്ങാൻ പറ്റുമോ? ഏറ്റവും കൂടുതൽ ബിസിനസ്സിലോട്ട് ക്യാഷ് ഇറക്കേണ്ടി വരുന്ന ഒരു സമയമാണെന്ത്? അത് തുടങ്ങുന്ന സമയമെന്ന് പറയുന്നത്, അല്ലേ? ബിസിനസ് തുടങ്ങുന്ന സമയമെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അനു എന്ന് പറയുന്ന വ്യക്തി ബിസിനസ്സിലോട്ട് 5 ലക്ഷം രൂപ ഇറക്കിയിരിക്കുകയാണ്, അതായത് ബിസിനസ് തുടങ്ങിയിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്, അക്കൗണ്ടിങ് എൻറ്റിറ്റി കൺസെപ്റ്റ് പ്രകാരം ബിസിനസ് വേറെയാണ്, ഉടമസ്ഥൻ വേറെയാണ്. അത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു, അല്ലേ? ഒരു ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഉടമസ്ഥൻ വേറെയാണ്, ബിസിനസ് വേറെയാണ്. നമ്മൾ എഴുതുന്നത് ഏതിൻ്റെ കണക്കാണ്? ബിസിനസ്സിൻ്റെ കണക്കുകളാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ ആ കണക്ക് പ്രകാരം ബിസിനസ് ചെയ്യുന്ന ഉടമസ്ഥനായ അനു ബിസിനസ്സിന് 5 ലക്ഷം രൂപ കടം കൊടുത്തു എന്നാണ് ഇവിടെ അർത്ഥം. ഓക്കെ, അതായത് ഞാൻ 10 ലക്ഷം രൂപ കൊണ്ട് ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ എന്താണ് അർത്ഥം? ഞാൻ ബിസിനസ്സിന് 10 ലക്ഷം രൂപ കടം കൊടുത്തു എന്നാണ് അർത്ഥമാക്കുന്നത്. എന്ത് റൂള് പ്രകാരം? അക്കൗണ്ടിങ് എൻറ്റിറ്റി കൺസെപ്റ്റ് അല്ലെങ്കിൽ ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്, അല്ലേ? അക്കൗണ്ടിങ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്നോ ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്നോ പറയാം. ഇത് പ്രകാരം ഞാൻ 10 ലക്ഷം രൂപ ബിസിനസ്സിന് കടം കൊടുത്തു എന്നാണ് അർത്ഥം. അപ്പം ഞാൻ ബിസിനസ്സിന് 10 ലക്ഷം കൊടുത്തു പറഞ്ഞാൽ ബിസിനസ്സിന് എന്താ കിട്ടിയത്? ബിസിനസ്സിന് കിട്ടിയത് ക്യാഷാണ് കിട്ടിയിട്ടുള്ളത്, അല്ലേ? ബിസിനസ്സിന് ക്യാഷാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ
നമ്മൾ എഴുതുന്ന ഡേറ്റിന് ഞാൻ ജസ്റ്റ് 1 ഇടുന്നുണ്ട് കേട്ടോ. 1, 2, 3, 4 ഇടുന്നുണ്ട്. നമ്മൾ പഠിക്കല്ലേ, ശരിക്കും ഇവിടെ കൊടുക്കേണ്ടതാണ് ഡേറ്റാണ് കൊടുക്കേണ്ടത്. ബിസിനസ്സിന് ഇവിടെ കിട്ടിയിട്ടുള്ള ക്യാഷാണ്. അപ്പോൾ നമ്മൾ എഴുതേണ്ടത് ക്യാഷ് അക്കൗണ്ട് A⁻C എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫുള്ള് അക്കൗണ്ട് എന്നാണ്. അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ക്യാഷ് എന്ന കണക്ക് എന്നാണ് ഉദ്ദേശിക്കുന്നത്, ക്യാഷ് എന്ന കണക്ക്. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റ് DR എന്ന് പറഞ്ഞാൽ ഡെബിറ്റിനെ തന്നെയാണ് DR എന്ന് പറയുന്നത് കേട്ടോ. അതായത് ക്യാഷ് എന്ന കണക്ക് ഡെബിറ്റ് ചെയ്ത ഗുണമായി എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് ക്യാഷ് കിട്ടി എന്നാണ് ഇതിൻ്റെ മലയാളം. ഈ എഴുതിയതിന് മലയാളം അർത്ഥമുണ്ട്. എന്താണ് മലയാള അർത്ഥം? ക്യാഷ് കിട്ടി. അതായത് ഉടമസ്ഥൻ, ഈ അനു എന്ന് പറയുന്ന ഉടമസ്ഥൻ ബിസിനസ്സിക്ക് 5 ലക്ഷം രൂപ ഇറക്കി. അപ്പോൾ ബിസിനസ്സിന് എന്താ കിട്ടി? 5 ലക്ഷം രൂപ. അനുവിൻ്റെ കണക്കല്ല നമ്മൾ എഴുതുന്നത്. നമ്മൾ ആരുടെ കണക്ക് എഴുതുന്നത്? ബിസിനസ്സിൻ്റെ കണക്കാണ് എഴുതുന്നത്. അനു ബിസിനസ് തുടങ്ങി എന്ന് പറഞ്ഞാൽ അനു ബിസിനസ്സിന് എന്ന് പറയുന്ന ആൾക്ക്, അതായത് ബിസിനസ്സിന് 5 ലക്ഷം രൂപ കടം കൊടുത്തു എന്നാണ് അർത്ഥം. അപ്പോൾ ബിസിനസ്സിന് എന്ത് കിട്ടി? 5 ലക്ഷം രൂപ ക്യാഷ് കിട്ടി. അപ്പോൾ ഇത് എഴുതിൻ്റെ അർത്ഥം എന്താ? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ, ക്യാഷ് കിട്ടിയിട്ടുണ്ട്. ഡെബിറ്റിൽ എഴുതുക എത്ര? 5 ലക്ഷം. 5 ലക്ഷം രൂപ എന്ത് ചെയ്തിട്ടുണ്ട്? ക്യാഷ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ വരുന്ന ഗുണം എന്ന് പറയുന്നത്? ക്യാഷ് കിട്ടിയിട്ടുണ്ട് 5 ലക്ഷം രൂപ. ആർക്ക് കിട്ടി? ബിസിനസ്സിന് കിട്ടി. നമ്മൾ എഴുതുന്ന കണക്ക് ആരുടെയാണ്? ബിസിനസ്സിൻ്റെയാണ്, അല്ലാതെ ഉടമസ്ഥൻ്റെ അല്ല. ഉടമസ്ഥൻ 5 ലക്ഷം രൂപ പോയതാണ്. പക്ഷേ അതല്ലല്ലോ നമ്മൾ എഴുതുന്നത്. നമ്മൾ ആരുടെ കാര്യം എഴുതുന്നത്? ബിസിനസ്സിൻ്റെ കാര്യമാണ് എഴുതുന്നത്. ഇനി ക്യാഷ് കിട്ടിയത് ഗുണം. പിന്നെ എന്താണ് ഇവിടെ ദോഷം? ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് പ്രകാരം നമ്മൾ നേരത്തെ പറഞ്ഞു, ഉടമസ്ഥൻ ബിസിനസ്സിന് കടം കൊടുത്ത പൈസയാണ് എന്ത്? ക്യാപിറ്റൽ. അതായത് ഈ പൈസ അല്ലേ, ഉടമസ്ഥൻ ബിസിനസ്സിലോട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന സ്വത്തുകളാണ് ക്യാപിറ്റൽ എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഇത് ക്യാപിറ്റലാണ് വരുന്നത് അല്ലേ. അപ്പോൾ ബിസിനസ് ഉടമസ്ഥന് ഇവിടെ എന്ത് ചെയ്യുകയാണ്? 5 ലക്ഷം രൂപ കൊടുക്കാനാവുകയാണ് ചെയ്യുന്നത്. അതിനെ നമ്മൾ എങ്ങനെ എഴുതുക? ക്യാപിറ്റൽ അക്കൗണ്ട് CR, ഇങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്. ക്യാപിറ്റൽ അക്കൗണ്ട് CR. ക്യാപിറ്റൽ എന്ന കണക്ക്, അക്കൗണ്ട് പറഞ്ഞാൽ A⁻C എന്താ? അക്കൗണ്ട്. CR എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രെഡിറ്റിനെ ചുരുക്കി എഴുതുന്നതാണ്. ക്രെഡിറ്റ് ചെയ്തു. അതായത് ബിസിനസ്സിന് ക്യാഷ് കിട്ടിയത് ഗുണം. ആ ഒരു പണം എന്തായി? ഉടമസ്ഥന് കൊടുക്കാനായി. ക്യാപിറ്റൽ എന്ന് ഉദ്ദേശിക്കുന്ന ആരെയാണ്? ഉടമസ്ഥനെയാണ് ഉദ്ദേശിക്കുന്നത് മൂലധനം. നമ്മൾ പറഞ്ഞിരുന്നു ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് പ്രകാരം ക്യാപിറ്റൽ എന്ന് പറയുന്നത് ലയബിലിറ്റി സ്വഭാവമുള്ളതാണ്. അതായത് ബിസിനസ് ഉടമസ്ഥന് കൊടുക്കാനുള്ള സ്വത്തുക്കളാണ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഇക്വിറ്റി എന്ന് പറയുന്നത് അല്ലേ. രണ്ടും തമ്മിലുള്ള വ്യത്യാസമൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ബിസിനസ് ഉടമസ്ഥന് കൊടുക്കാനുള്ള പണമാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതായത് ഇവിടെ ബിസിനസ്സിന് ബാധ്യത കൂടുകയാണ് ചെയ്തത്. കടം കൂടുന്നത് നല്ലതാണോ? കടം വരുന്നത് നല്ലതാണോ? അല്ല, ചീത്ത കാര്യമാണ് അല്ലേ. നമുക്കൊക്കെ കടം വന്നു കഴിഞ്ഞാൽ, ഒരുപാട് കടം വന്നാൽ നമ്മൾ ആത്മഹത്യ വരെ ചെയ്യേണ്ടി വരും. ഒരു ബിസിനസ്സിന് ഒരുപാട് കടം വന്നാൽ എന്താ ഉണ്ടാവുക? അത് അടച്ചു പൂട്ടും. അത് നടത്തിയ ആൾക്കും പ്രശ്നമാണ് അല്ലേ. അയാൾക്കല്ലേ കടങ്ങളൊക്കെ വരുന്നത് അല്ലേ. ബിസിനസ് തകർന്നു പറഞ്ഞാൽ ആ ബിസിനസ് ചെയ്യുന്ന ആൾ തകർന്നു, ആ ബിസിനസ്സിലൂടെ തകർന്നു അല്ലേ. ഒരുപാട് പണം അയാൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ ബിസിനസ്സിനെ സംബന്ധിച്ച് ബിസിനസ് ഉടമസ്ഥന് ക്യാഷ് കൊടുക്കാനായിക്കാണ്, പൈസ കൊടുക്കാനായി. അതാണെന്ത്? ക്യാപിറ്റൽ എന്ന് പറയുന്നത്. എമൗണ്ട് എത്ര വരിക? ഇതേ എമൗണ്ട് 5 ലക്ഷം നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ എഴുതണം. ഓക്കെ. ഇനി ഇതിനെ ഈ ജേണൽ എൻട്രിയുടെ താഴെ നമ്മൾ ഇതിനെക്കുറിച്ചൊരു നോട്ട് എഴുതും. സ്റ്റാർട്ടഡ് ബിസിനസ് എന്ന് എഴുതുന്നുണ്ട്. ബിസിനസ് തുടങ്ങി എന്ന് ഞാൻ എഴുതി വെക്കുന്നുണ്ട്. ശേഷം നമ്മൾ ഈ പർട്ടിക്കുലേഴ്സ് മാത്രമായിട്ട് ക്ലോസ് ചെയ്യും. നമ്മൾ ക്ലോസ് ചെയ്യേണ്ടത് ഈ പർട്ടിക്കുലേഴ്സ് മാത്രമായിട്ടാണ് ക്ലോസ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഈ ബ്രാക്കറ്റിൽ എഴുതി എന്താണ്? സ്റ്റാർട്ടഡ് ബിസിനസ്. ഇതിനെയാണ് നരേഷൻ എന്ന് പറയുന്നത്. നരേഷൻ എന്നാണ് ഇതിനെ പറയാം. നരേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ജേണൽ എൻട്രിയെ കുറിച്ചിട്ടുള്ള വിവരണമാണ്. എന്താണ് ഈ ജേണൽ എൻട്രി എന്ന് സൂചിപ്പിക്കാൻ എഴുതുന്നതാണെന്ത്? നരേഷൻ എന്ന് പറയുന്നത്. നമ്മൾ എല്ലാ ജേണൽ എൻട്രിക്കും നരേഷൻ എഴുതണം എന്നില്ല. ഇപ്പോൾ വാടക കൊടുത്തു എന്നൊക്കെ ഉള്ളത് വളരെ സിമ്പിളായിട്ട് വരുന്ന ജേണൽ എൻട്രിയാണ്. അതൊക്കെ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യുക? വായിച്ചാൽ മനസ്സിലാവും. അതിനൊന്നും നരേഷൻ എഴുതണം എന്നില്ല. നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ പെർസെൻറ്റേജ് ആയിട്ടും ഒരുപാട് കണക്ക് കൂട്ടിയിട്ടൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. അങ്ങനെയുള്ള ഇടപാടുകളെ, അതായത് പെർസെൻറ്റേജ് കാൽക്കുലേറ്റർ എടുത്തിട്ട് ശതമാനം കണ്ടുകിട്ടിയിട്ടും കൂട്ടിയിട്ടും കുറച്ചിട്ടും പലതിന്നും കൂട്ടലും കുറക്കലും എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ എമൗണ്ട് എഴുതുക, അല്ലെങ്കിൽ ജേണൽ എൻട്രി എഴുതുക. അപ്പോൾ ആ ജേണൽ എൻട്രി എന്തിനാണ് എഴുതിയെന്ന് ഒരു
2 3 4 മാസം കഴിഞ്ഞ് അല്ലെങ്കിൽ 6 മാസം കഴിഞ്ഞ് എഴുതുന്ന സമയത്ത് നമുക്കറിയാം ഇതെങ്ങനെയാണ് നമുക്ക് ഈ എമൗണ്ട് കിട്ടിയത്, എങ്ങനെയാണ് ജേണൽ എൻട്രി ചെയ്യുന്നത്. എഴുതുന്ന സമയത്ത് കൃത്യമായിട്ട് അറിയാം. പക്ഷേ ഒരു 4 മാസം കഴിഞ്ഞ് അത് എടുത്തു നോക്കുമ്പോൾ നമുക്ക് സംശയം വരും ഇതെങ്ങനെയാണ് എഴുതിയെന്നുള്ളത്. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടി നമ്മളതിൻ്റെ താഴെ എഴുതി വെക്കും ഇതെന്താണ് ജേണൽ എൻട്രി കൊണ്ട് ഉദ്ദേശിച്ചത് എന്നുള്ളത്. ഓക്കെ, അതായത് നമ്മൾ എഴുതി വെച്ച ജേണൽ എൻട്രി 4 5 അല്ലെങ്കിൽ 2 മാസമോ അല്ലെങ്കിൽ ഒരു വർഷമോ കഴിഞ്ഞെടുത്ത് നോക്കുമ്പോൾ നമുക്ക് തന്നെ സംശയം തോന്നും എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചതെന്ന്. അങ്ങനെ സംശയം തോന്നാതിരിക്കാൻ വേണ്ടി അതിൻ്റെ താഴെ തന്നെ നമ്മൾ എഴുതി വെക്കും അതിൻ്റെ വിവരണം എഴുതി വെക്കും. ഇതിനെയാണ് എന്ത് പറയുന്നത്, നരേഷൻ എന്ന് പറയുന്നത്. ഇത് എല്ലാ ജേണൽ എൻട്രിക്കും എഴുതേണ്ട ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ള ജേണൽ എൻട്രിക്ക് മാത്രം എന്ത് ചെയ്താൽ മതി, നരേഷൻ എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ ഈ എഴുതി വെച്ചിട്ടുള്ളത് ഒരു ജേണൽ എൻട്രിയുടെ പൂർണ്ണരൂപമാണ്. അതായത് ഒരു ജേണൽ എൻട്രി നമ്മൾ എഴുതുന്നത് ബൈ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ. അതായത് ബൈ എന്ന വാക്ക് പലപ്പോഴും പലരും ചേർക്കാറുണ്ട്, ചിലർ ചേർക്കാറില്ല. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ എന്ന് മാത്രം ചിലർ എഴുതും. അതായത് ഡെബിറ്റ്, ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ്. ടു ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ്. ഇവിടെ ഈ ടൂവും പല ആളുകളും എഴുതാറില്ല. ചില ടീച്ചേഴ്സ് ചില ടെക്സ്റ്റ് ബുക്കുകൾ നെറ്റിൽ പല സൈറ്റുകളിലും നമുക്ക് ബൈയും ടൂവും ഒക്കെ കാണാൻ പറ്റും. അതായത് ഇതാണ് ഇതിൻ്റെ പൂർണ്ണമായ രൂപം. ഓക്കെ, അതായത് ബൈ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ്. ഡെബിറ്റിന് ബൈയും ഇവിടെ ഡി ആറും ഇവിടെ ടൂവും ഇവിടെ സി ആറും അങ്ങനെ ചേർക്കണം. ഇതാണ് ഇതിൻ്റെ പൂർണ്ണമായ രൂപം. പക്ഷേ നമ്മൾ പലപ്പോഴും എഴുതുന്ന സമയത്ത് നമ്മൾ ഈ ബൈയോ ടൂവോ ചിലപ്പോൾ സി ആറൊന്നും എന്ത് ചെയ്യാറില്ല, ചേർക്കാറില്ല. അങ്ങനെയാണ് പല ആളുകളും പല ടെക്സ്റ്റ് ബുക്കുകളിലും നെറ്റിലൊക്കെ കാണാറുള്ളത്. ഇതൊന്നും ചേർക്കാതെ ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ വല്ല ടെക്സ്റ്റ് ബുക്കുകളോ മറ്റെന്തെങ്കിലും എടുത്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ബൈയും ടൂവും കാണുകയാണെങ്കിൽ ഇതെന്താണെന്ന് കരുതി അത്ഭുതപ്പെടേണ്ട, അതെന്താണെന്ന് ചിന്തിക്കണ്ട. ഓക്കെ, ഇതാണ് ഇതിൻ്റെ പൂർണ്ണരൂപം. പലപ്പോഴും ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും, ചിലപ്പോൾ എഴുതിയിട്ടുണ്ടാവും, ചിലപ്പോൾ എന്താണ് എഴുതിയിട്ടുണ്ടാവില്ല. ഓക്കെ, അതിൽ അടുത്ത നമ്മൾ ചെയ്യുന്ന അടുത്ത ക്വസ്റ്റ്യനാണ് നമ്മുടെ പർച്ചേസ്ഡ് വാങ്ങിയിട്ടുണ്ട്, ഗുഡ്സ് ചരക്ക് വാങ്ങിയിട്ടുണ്ട് റുപ്പീസ് 20,000 20,000 രൂപയുടെ ചരക്ക് വാങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ചിന്തിച്ച് നോക്കുമ്പോൾ നമ്മൾ ചരക്ക് വാങ്ങുന്ന സമയത്ത് ഒരു സൂപ്പർ മാർക്കറ്റിലോ മറ്റോ പോയിട്ട് നമ്മൾ ചരക്ക് വാങ്ങുന്ന സമയത്ത് നമുക്ക് എന്താ കിട്ടുക, ഗുഡ്സ് കിട്ടും അല്ലേ, അതായത് പ്രൊഡക്റ്റ് കിട്ടും അല്ലേ, ഗുഡ്സ് അല്ലേ നമുക്ക് കിട്ടുക. അവിടെ നമുക്ക് വരുന്ന നേട്ടം എന്ന് പറയുന്നത് എന്താണ്, അതായത് ഡെബിറ്റ് എന്ന് പറയുന്നത് എന്താ, ഗുഡ്സ് കിട്ടുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ നമ്മളിതിൻ്റെ ജേണൽ എൻട്രി എഴുതേണ്ടത് ഗുഡ്സ് കിട്ടിയത് കൊണ്ട് നമ്മളതിനെ പർച്ചേസ് എന്നാണ് എഴുതേണ്ടത്. പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ, പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ, ഡെബിറ്റ് എന്ന് എഴുതണം. ഗുഡ്സ് എന്ന് എഴുതാൻ പാടില്ല, ഗുഡ്സ് എന്ന് എഴുതാൻ പാടില്ല. അത് ഞാൻ കുറച്ച് കഴിഞ്ഞ് സെയിലൊക്കെ എഴുതിയതിന് ശേഷം ഞാൻ പറഞ്ഞുതരാം. പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ, അതായത് ഇതിൻ്റെ അർത്ഥം എന്താണ്, മലയാള അർത്ഥം ചരക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്, ചരക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നാണ് ഇതിൻ്റെ അർത്ഥം. എത്ര, 20,000 20,000 രൂപയുടെ ഗുഡ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മളിത് വാങ്ങുന്ന സമയത്ത് എന്താ കൊടുത്തിട്ടുണ്ടാവുക, ഗുഡ്സ് വാങ്ങുമ്പോൾ എന്താ കൊടുക്കുക, ക്യാഷ് കൊടുത്തിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് എന്ത് പോയിട്ടുണ്ട്, ക്യാഷ് പോയിട്ടുണ്ട്. അതാണ് നമുക്ക് വരുന്ന നഷ്ടം അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പോയതെന്ന് പറയുന്നത്. അതിനെ രണ്ടാമത് എഴുതണം, ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ്. ക്യാഷ് പോയി എന്നാണ് ഇതിൻ്റെ മലയാളം. ഇതിൻ്റെ മലയാളത്തിൻ്റെ അർത്ഥം എന്താ, ക്യാഷ് പോയിട്ടുണ്ട്. എത്ര രൂപ ക്യാഷാണ് നമുക്ക് പോയിട്ടുള്ളത്, 20,000 അല്ലേ, 20,000 രൂപയുടെ ക്യാഷ് നമുക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണ്, പർച്ചേസ് ഗുഡ്സ് റുപ്പീസ് 20,000, ചരക്ക് നമ്മൾ വാങ്ങിയിട്ടുണ്ട് 20,000 രൂപക്ക്. അതായത് ചരക്ക് നമുക്ക് കിട്ടി, പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ, ചരക്ക് നമുക്ക് കിട്ടി 20,000 രൂപയുടെ ചരക്ക് കിട്ടി. ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ്, എന്ത് പോയി, നമ്മുടെ ഇന്ന് ക്യാഷ് പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ജേണൽ എൻട്രി എന്ത് എഴുതുക, ചരക്ക് പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ, ചരക്ക് കിട്ടി, ക്യാഷ് പോയിട്ടുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ് സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് എന്ന് പറയുന്നത് അല്ലേ. അതായത് പൈസക്ക് ചരക്ക് വിറ്റു. നമ്മളിപ്പോൾ 20,000 രൂപക്ക് എന്ത് ചെയ്തിരുന്നു, ചരക്ക് വാങ്ങിയിരുന്നു. അതിൽ 10,000 രൂപയുടെ ഗുഡ്സ് നമ്മൾ വിൽക്കുകയാണ്. അതിൽ 10,000 ബാക്കി നമ്മുടെ കയ്യിലുണ്ടാവും. അതായത് എന്താ ബിസിനസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങും, 20,000 രൂപക്ക് വാങ്ങിയത് 20,000-നാണോ വിൽക്കുക അല്ല, കുറച്ച് ലാഭം കൂട്ടിയിട്ട് കുറച്ച് റേറ്റ് കൂട്ടിയിട്ടല്ലേ വിൽക്കുക. ഓക്കെ, അപ്പോൾ അതിൽ പകുതി, ഏകദേശം പകുതിയുള്ളൂ കേട്ടോ. 10,000 രൂപയുടെ ചരക്കാണ് വിറ്റിട്ടുള്ളൂ. വിൽക്കുന്ന സമയത്ത്
ക്യാഷിനെ വിറ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്താ കിട്ടി? എന്ത് കിട്ടും? നമ്മുടെ കടയിൽ കസ്റ്റമർ വന്നിട്ട് പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് അയാൾ പോകുമ്പോൾ നമുക്ക് എന്താ തരിക? എന്ത് തരും? ക്യാഷ് തരും അല്ലേ? അപ്പം എങ്ങനെ എഴുതേണ്ടത്? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ, ക്യാഷ് കിട്ടി എന്നാണ് നമ്മൾ എഴുതേണ്ടത് അല്ലേ? ക്യാഷ് കിട്ടി. നമ്മൾ വിൽക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് എന്താ പോകുന്നത്? വിൽക്കുന്ന സമയത്ത് കടയിൽ നിന്ന് പോകും? ഗുഡ്സ് പോകും അല്ലേ? ചരക്ക് പോകും. ഗുഡ്സ്, ചരക്ക് നമ്മുടെ കടയിൽ നിന്ന് പോകും. അപ്പോൾ അതിനെ നമ്മൾ എഴുതേണ്ടത് സെയിൽസ് അക്കൗണ്ട് എന്നാണ് എഴുതേണ്ടത്. സെയിൽസ് അക്കൗണ്ട്. ഓക്കെ. അപ്പോൾ എന്താ നമുക്ക് വന്ന ഗുണം എന്ന് പറഞ്ഞാൽ ക്യാഷ് കിട്ടിയിട്ടുണ്ട്. കസ്റ്റമർ നമ്മുടെ കടയിൽ നിന്ന് പ്രൊഡക്റ്റ് കൊണ്ടുപോകുമ്പോൾ അയാൾ എന്ത് തന്നു? ക്യാഷ് തന്നു. അപ്പോൾ ക്യാഷ് കിട്ടിയിട്ടുണ്ട്. എന്ത് നമ്മുടെ കടയിൽ നിന്ന് പോയി? ഗുഡ്സ്, പ്രൊഡക്റ്റ് നമ്മുടെ കടയിൽ നിന്ന് പോയി, ചരക്കുകൾ പോയി. അതുകൊണ്ട് അതിനെ സെയിൽസ് അക്കൗണ്ട് എന്നാണ്. ഗുഡ്സ് എന്ന് എഴുതാൻ പാടില്ല, സെയിൽസ് അക്കൗണ്ട് എന്നാണ് എഴുതേണ്ടത്. എത്രയാണ്? 10,000, 10,000 അല്ലേ? 10,000 രൂപ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഗുഡ്സ് നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുമുണ്ട്. ഓക്കെ. ഇപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യൻ നോക്കി നോക്കൂ. നമ്മൾ ചരക്ക് വാങ്ങുന്ന സമയത്ത് പർച്ചേസ് എന്നും ചരക്ക് വിൽക്കുന്ന സമയത്ത്, ഗുഡ്സ് വിൽക്കുന്ന സമയത്ത് സെയിൽ എന്നുമാണ് പറഞ്ഞത് അല്ലേ? അതെന്തിനാണ് അങ്ങനെ പറയുന്നത്? പർച്ചേസ് എന്ന് പറയുന്നതും പർച്ചേസ് റിട്ടേൺ എന്ന് പറയുന്നതും സെയിൽസ് എന്ന് പറയുന്നതും സെയിൽസ് റിട്ടേൺ എന്ന് പറയുന്നതും, ഈ 4 ഏകദേശം ഏതിൻ്റെ പകരം ഉപയോഗിക്കുന്നതാണ്? ഗുഡ്സ് എന്ന വാക്കിന് പകരം ഏകദേശം ഉപയോഗിക്കുന്നതാണ്. അതായത് ചരക്ക് വാങ്ങുന്ന സമയത്ത് പർച്ചേസ് എന്നും, വാങ്ങിയ ചരക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ തിരിച്ചു കൊടുക്കും അല്ലേ? ഇപ്പോൾ നമ്മൾ കുറേ ഡ്രസ്സ് എടുത്തു, ശേഷം അതിൽ കുറച്ചെണ്ണം കംപ്ലൈൻ്റ് ആണ്, നമ്മളെ കടയിൽ തന്നെ തിരിച്ചു കൊടുക്കല്ലേ ചെയ്യുക? അങ്ങനെയാണെങ്കിൽ അതിനെ പർച്ചേസ് റിട്ടേൺ എന്നാണ് എഴുതേണ്ടത്. ചരക്ക് വിൽക്കുമ്പോൾ സെയിൽ എന്ന് എഴുതണം. വിറ്റ ചരക്ക് കസ്റ്റമർ ചിലപ്പോൾ കംപ്ലൈൻ്റ് ആയിട്ട് തിരിച്ചു കൊണ്ടുവരാം. അതിനെങ്ങനെ എഴുതണം? സെയിൽസ് റിട്ടേൺ എന്ന് പറയാം. ഈ 4 ലെഡ്ജറുകളും ഗുഡ്സിൻ്റെ പകരം എഴുതുന്നതാണ്. ഇതിനെങ്ങനെ സെപ്പറേറ്റ് എഴുതുന്നത്? നമ്മൾ ഒരു ദിവസം ഞാൻ കച്ചവടം കഴിഞ്ഞ് വൈകുന്നേരം രാത്രി 9 മണിയായി എന്ന് എഴുതാം. എനിക്ക് രാത്രി 9 മണിയായി. അപ്പോൾ എനിക്ക് അറിയേണ്ട ഒരു കാര്യമാണ് എത്ര രൂപയുടെ സെയിൽസ് അവിടെ ഉണ്ടായിട്ടുണ്ട്, എത്ര രൂപയുടെ സെയിൽസ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അറിയേണ്ട ഒരു കാര്യമാണ് അല്ലേ? ബിസിനസ് ചെയ്യുന്ന ആൾക്ക് അറിയേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മളിതിനൊക്കെ ഗുഡ്സ് എന്നാണ് എഴുതുന്നതെന്ന് കരുതുക. വാങ്ങിയതിന് ഗുഡ്സ് എന്ന് എഴുതും, വാങ്ങിയത് തിരിച്ചു കൊടുക്കുന്നതും ഗുഡ്സ് എഴുതും, സെയിലും ഗുഡ്സ് എഴുതും. ഒക്കെ ഗുഡ്സ് എഴുതി കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ബുക്കിൽ എഴുതുമ്പോൾ തന്നെ ഇതിനെ, ഈ സെയിൽസിനെ മാത്രം വേർതിരിച്ചറിയാൻ പ്രയാസമാണ്. അതായത് നമ്മൾ എല്ലാറ്റിനെയും ഗുഡ്സ് എന്നാണ് എഴുതുന്നത്. പർച്ചേസ് റിട്ടേൺ, സെയിൽ റിട്ടേൺ എന്നല്ലാതെ ഗുഡ്സ് എന്നാണ് എഴുതുന്നതെങ്കിൽ എല്ലായിടത്തും ഗുഡ്സ് എന്നുണ്ടാവുക. അപ്പോൾ സെയിൽ നമുക്ക് എങ്ങനെ സെപ്പറേറ്റ് അറിയാൻ പറ്റും? അറിയില്ല. അപ്പോൾ സെപ്പറേറ്റ് വിറ്റതിനെ നമുക്ക് അറിയണം. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിന് മറ്റൊരു പേര് കൊടുക്കുന്നത്. അപ്പോൾ പ്രൊഡക്റ്റുകൾ വാങ്ങുമ്പോൾ പർച്ചേസ് എന്നും, ഗുഡ്സ് വാങ്ങിയത് തിരിച്ചു കൊടുക്കുമ്പോൾ പർച്ചേസ് റിട്ടേൺ എന്നും, ഗുഡ്സ് വിൽക്കുമ്പോൾ സെയിൽ എന്നും, ഗുഡ്സ് വിറ്റത് തിരിച്ചു വരുമ്പോൾ കസ്റ്റമർ തിരിച്ചു വരുമ്പോൾ സെയിൽസ് റിട്ടേൺ എന്നുമാണ് പറയേണ്ടത്. ഇത് 4 ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബിസിനസ്സിലെ ഗുഡ്സിനെയാണ്. ഗുഡ്സ് പറഞ്ഞാൽ നമ്മൾ വാങ്ങിയിട്ട് അത് കസ്റ്റമർക്ക് മറിച്ചു കൊടുക്കും, അതിൽ നമ്മൾക്ക് ലാഭം ഉണ്ടാവും അല്ലേ? അതിനെയാണ് ഗുഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ എന്തുകൊണ്ട് ഗുഡ്സ് എന്ന് എഴുതുന്നില്ല? സെപ്പറേറ്റ് പർച്ചേസും സെയിലും ഒക്കെ വേറെ വേറെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിന് പർച്ചേസ് റിട്ടേൺ, സെയിൽ റിട്ടേൺ എന്നിങ്ങനെ എഴുതുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സോൾഡ് ഗുഡ്സ് ടു രമേശ്. രമേശിന് ചരക്ക് വിറ്റു എന്ന് പറയുന്നത്. രമേശിന് ചരക്ക് വിറ്റു എത്ര രൂപയുടെ? 14,000, 14,000 രൂപക്ക്. അപ്പോൾ നമ്മൾ വാങ്ങുകയാണെങ്കിൽ, അതായത് പർച്ചേസ് ചെയ്യണമെങ്കിലും സെയിൽ വിൽക്കുകയാണെങ്കിലും നമുക്ക് 2 രീതിയിലാണ് ചെയ്യാൻ പറ്റുക. ഒന്ന് ക്യാഷ് കൊടുത്ത് ചരക്കുകൾ വാങ്ങാം. ക്യാഷ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ക്യാഷായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഗൂഗിൾ പേ, ബാങ്ക് വഴി നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ നമുക്ക് ഒന്നുകിൽ ക്യാഷ് കൊടുത്ത് ക്യാഷായിട്ടോ ബാങ്ക് വഴിയോ പേയ്മെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ കടം പറഞ്ഞ ചരക്ക് വാങ്ങാം. ഈ 2 രീതിയിലാണ് പൊതുവേ നമ്മൾ പ്രൊഡക്റ്റുകൾ വാങ്ങുക. അതുപോലെ തന്നെ വിൽക്കുമ്പോഴും ക്യാഷ് വാങ്ങിയിട്ട് വിൽക്കാം, അല്ലെങ്കിൽ ബാങ്കിലോട്ട് ക്യാഷ് വാങ്ങിയിട്ട്, അതായത് ഗൂഗിൾ പേയോ PayTM വഴി ബാങ്കിലോട്ട് ക്യാഷ് വാങ്ങിയിട്ട് വിൽക്കാം, അല്ലെങ്കിലോ കടം പറഞ്ഞ് വിൽക്കാം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇവിടെ അതെന്താണ്? ക്യാഷിനാണോ കടത്തിനാണോ എന്നൊന്നും പറഞ്ഞിട്ടില്ല. സോൾഡ് ഗുഡ്സ് ടു രമേശ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. രമേശിന് വിറ്റു എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഈ രമേശിന് വിറ്റു എന്ന് പറയുമ്പോൾ ഇവിടെ രമേശ് എന്ന പേര് അവിടെ ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ? വ്യക്തിയുടെ പേര് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം അത് കടത്തിനാണ് ക്രെഡിറ്റിനാണ് എന്നുള്ളത് മനസ്സിലാക്കണം. എന്തുകൊണ്ട്? അല്ലെങ്കിൽ ഇവിടെ രമേശ് എന്ന പേര് പറയേണ്ട ആവശ്യമില്ല. ഓക്കെ. സോൾഡ് ഗുഡ്സ് റുപ്പീസ് എന്ന് പറഞ്ഞിട്ട് എഴുതിയാൽ മതി.
അപ്പോൾ ഇവിടെ വ്യക്തികളുടെ പേര് നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് കടത്തിനാണ് എന്നാണ്. ഓക്കെ, പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾ കടത്തിന് ചരക്ക് വിൽക്കുന്ന സമയത്ത് എന്താണ് ഗുണം വരിക? രമേശ് നമുക്ക് ഇങ്ങോട്ട് ക്യാഷ് തരാനാവും അല്ലേ? രമേശ് ഇങ്ങോട്ട് ക്യാഷ് തരാനാവും. നമ്മളപ്പോൾ കരുതും ഈ കടം നമുക്ക് ഒരാൾക്ക് കടത്തിന് വിറ്റ് കഴിഞ്ഞാൽ കടം അയാൾ പൈസ തരാനല്ലേ, അയാൾ നമ്മളെ പറ്റിച്ചാലോ അതൊരു ദോഷമല്ലേ എന്നൊക്കെ അങ്ങനെയല്ല, അങ്ങനെ തോന്നാം അല്ലേ നമുക്ക് ചിന്തിച്ചിരിക്കുമ്പോൾ. പക്ഷേ അങ്ങനെയല്ല, ക്യാഷ് കിട്ടുന്നത് തന്നെയാണ് നമുക്ക് ഏറ്റവും നല്ലത്, കടം പറയണത്ര നല്ലതല്ല. പക്ഷെ എന്നാലും നമ്മുടെ കടയിൽ ഒരാൾ വന്നിട്ട് പ്രൊഡക്റ്റുകൾ വാങ്ങുമ്പോൾ നമുക്ക് അയാളെ വിശ്വാസം ഉള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, അയാൾക്ക് കടത്തിന് ചരക്ക് വിറ്റിട്ടുള്ളത്. വിശ്വാസമല്ലേ എന്ത് ചെയ്യില്ല, നമ്മൾ വിൽക്കില്ല അല്ലേ? നമുക്കിപ്പോൾ ഒരാൾ നമ്മളെ പറ്റിക്കുകയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ അയാൾക്ക് പ്രൊഡക്റ്റ് വിൽക്കുമോ? കടം പറഞ്ഞു പോകുമ്പോൾ നമ്മൾ പറയും അല്ലേ, കടം പറയാൻ പറ്റില്ല, ക്യാഷ് വേണം എന്നല്ലേ പറയുള്ളൂ. അപ്പോൾ നമുക്ക് ക്യാഷ് തരുമെന്ന് ഉറപ്പുള്ള ആളുകൾക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കടത്തിന് ചരക്ക് വിൽക്കുന്നത്. അതായത് ബാങ്കിലൊക്കെ ക്യാഷ് ഇട്ടത് പോലെയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ രമേശ് നമുക്ക് ഇങ്ങോട്ട് ക്യാഷ് തരാനാവുകയാണ്, നമുക്ക് കിട്ടാനാവുകയാണ്. അത് എന്തുപോലെയാണ്? ബാങ്കിലൊക്കെ പൈസ ഇട്ടതുപോലെയാണ്. അതാണ് ഗുണം എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ എഴുതണം? രമേശ് അക്കൗണ്ട് ഡെപ്റ്റർ. നമ്മുടെ കയ്യിൽ നിന്ന് എന്താ പോകുന്നത്, പോവുക വിൽക്കുന്ന സമയത്ത് എന്താ പോവുക? ഗുഡ്സ് പോകും അല്ലേ? ഗുഡ്സ് പോകുമ്പോൾ അതിനെങ്ങനെ എഴുതണം? സെയിൽസ് അക്കൗണ്ട് എന്ന് എഴുതണം. ഞാൻ നേരത്തെ കുറച്ച് മുമ്പ് പറഞ്ഞു, അത് എത്രയാണ്? 14,000 അല്ലേ? 14,000 രൂപയുടെ ചരക്കാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, രമേശിന് വിറ്റുള്ളത്. അപ്പോൾ രമേശ് നമുക്ക് ഇങ്ങോട്ട് പൈസ തരാനായി നമ്മുടെ കയ്യിൽ നിന്ന് ഗുഡ്സ് പോയി. ചില ആളുകൾ അക്കൗണ്ടിങ് പഠിച്ചു തുടങ്ങുന്ന ആളുകൾ ചിന്തിക്കാറുണ്ട്, പറയാറുണ്ട് സ്റ്റുഡൻസ്, രമേശ് പൈസ കൊടുക്കാൻ അയക്കല്ലേ, അപ്പോൾ അത് ബാധ്യതയല്ലേ എന്ന്. മനസ്സിലാക്കുക, രമേശ് പൈസ കൊടുക്കാനായത് തന്നെയാണ്. അത് ആരെഴുതി വെച്ചോളും? രമേശിൻ്റെ അക്കൗണ്ട്സ് ബുക്കിൽ എഴുതി വെച്ചോളും. നമ്മളെ സംബന്ധിച്ച് രമേശ് ഇങ്ങോട്ട് ക്യാഷ് തരാനാണ്, അതായത് നമുക്ക് ഇങ്ങോട്ട് ക്യാഷ് കിട്ടാനാണ്. ഓക്കെ, നമ്മുടെ ഭാഗത്തുനിന്ന് മാത്രമേ ചിന്തിക്കാൻ പാടുള്ളൂ, അതായത് ബിസിനസ്സിൻ്റെ ഭാഗത്തുനിന്ന് മാത്രം, മറ്റുള്ളവരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കരുത്. ഓക്കെ, അപ്പോൾ രമേശ് പൈസ കൊടുക്കാൻ തന്നെയാണ്, അത് രമേശ് എഴുതി വെച്ചോളും. നമ്മളെ സംബന്ധിച്ച് രമേശ് ഇങ്ങോട്ടാണ് പൈസ തരാനുള്ളത്, നമുക്ക് കിട്ടാനാണ്. അപ്പോൾ നമ്മൾ ഈ എഴുതിൻ്റെ അർത്ഥം എന്താ? രമേശ് പൈസ തരാനുണ്ട്, നമ്മുടെ കയ്യിൽ നിന്ന് എന്ത് പോയി? ചരക്ക് ഗുഡ്സ് പോയി എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് പർച്ചേസ് ഗുഡ്സ്, ചരക്ക് വാങ്ങി ഫ്രം ഹാഷിമിൻ്റെ കയ്യിൽ നിന്നും ചരക്ക് വാങ്ങി എന്നാണ് പറയുന്നത് അല്ലേ? അപ്പോൾ ഹാഷിമിൻ്റെ കയ്യിൽ നിന്ന് ചരക്ക് വാങ്ങി പറയുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? നമുക്ക് എന്ത് കിട്ടും? ഗുഡ്സ് കിട്ടും അല്ലേ? അതായത് പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ, ഗുഡ്സ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ എന്ത് കൊടുക്കാനാവും? ഹാഷിമിൻ്റെ കയ്യിൽ നിന്ന് പറയുമ്പോൾ കടത്തിനാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഹാഷിമിന് പൈസ നമ്മൾ കൊടുക്കാനാവും, നമ്മൾ ബാധ്യതയാവും അല്ലേ? നമ്മൾ കടക്കാരനാവും. നമ്മൾ പൈസ കൊടുത്തിട്ടില്ല, ഇവിടെ കടത്തിനാണ് അല്ലേ? കാരണം കാരണം ഇവിടെ എന്താണ്? ആളുടെ പേര് തന്നിട്ടുണ്ട്. അപ്പോൾ ചരക്ക് കിട്ടിയത് ഗുണം, നമ്മൾ എന്ത് ചെയ്തു? ഹാഷിമിന് ക്യാഷ് കൊടുക്കാനായി അല്ലേ? ഇതാണ് നഷ്ടം എന്ന് പറയുന്നത്. ഓക്കെ.